ഹോർമുസ് കപ്പൽ പാതയിലെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ് ഇറാൻ. ഇന്നലെ മാത്രം 31 എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടന്നു. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായും കൂടുതൽ കപ്പലുകളും എത്തിയത്. അതിനിടെ പാക് മധ്യസ്ഥതയിൽ തെഹ്റാനിൽ തുടരുന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് ഇരുപക്ഷവും അറിയിച്ചു. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, അപ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ അതിങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിൽ ചില തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഹോർമുസിൽ വരുത്തുന്നത്, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലേക്കടക്കം കൂടുതൽ കപ്പലുകൾ എത്തുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു ഇന്ധന പ്രതിസന്ധി അഭിമുഖീകരിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു നിയന്ത്രണം അത് വളരെ ആശ്വാസകരമായ ഒന്നാണ് എന്ന് കരുതാൻ കഴിയുമോ? അതിന് ഏതെങ്കിലും തരത്തിൽ വിഘാതമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെ പോകുന്നു സമാധാന ചർച്ചകൾ? ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ ഈ സമാധാന നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ നാസർ? ജിൽസി, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ തോതിൽ തന്നെ ഒരു പ്രതീക്ഷ പകരുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രമായും അതോടൊപ്പം തന്നെ ഇറാൻ കേന്ദ്രമായിട്ടും പുറത്തു വരുന്നത്. പാക് പട്ടാള മേധാവി അസീം മുനീർ ഇന്നലെ രാത്രിയോടുകൂടിയാണ് തെഹ്റാനിലെത്തിയത്. അതോടൊപ്പം തന്നെ നേരത്തെ ആഭ്യന്തര മന്ത്രി മുഹസിൻ നഖ്വിയും തെഹ്റാനിൽ ഉണ്ടായിരുന്നു. 2 ദിവസം അദ്ദേഹവും വിവിധ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായിട്ടുള്ള ആശയവിനിമയം തുടരുന്നതായിട്ട് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച മുന്നോട്ട് പോകുന്നതും അതിൽ വലിയ പുരോഗതിയുള്ളതായിട്ട് ഇരുപക്ഷവും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ചർച്ചയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ഇന്നലെ അദ്ദേഹം പറഞ്ഞത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു നിലയ്ക്കും ഇറാന് കൈവശപ്പെടുത്താനോ ഇറാനോ അതുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല. അത് തങ്ങൾ തന്നെ കണ്ടെടുക്കും, ആവശ്യമാണെങ്കിൽ അത് നശിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യും എന്ന ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ട്രംപ് ഇന്നലെ നടത്തിയത്. അതോടൊപ്പം തന്നെ ഹോർമുസിന്റെ മേൽ ഏതെങ്കിലും അർത്ഥത്തിൽ ചുങ്കം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇറാനെ അനുവദിക്കുകയില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഹോർമുസുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക പേർഷ്യൻ അതോറിറ്റിക്ക് തന്നെ ഇപ്പോൾ രൂപം നൽകിയിരിക്കുകയാണ്. തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു കപ്പൽ റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ മാത്രമാണ് അനുമതി ലഭിച്ച കപ്പലുകൾ പോകേണ്ടതെന്ന് ഇറാൻ നേതൃത്വം അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ 31 കപ്പലുകൾക്ക് കടന്നു പോകാൻ തങ്ങൾ അനുമതി നൽകിയതായിട്ട് ഇറാൻ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ ഈ സംഘർഷം നിലനിൽക്കുന്ന ആഴ്ചകൾ നീണ്ട ഒരു ഘട്ടത്തിൽ ഇതാദ്യമായിട്ടാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയേറെ കപ്പലുകൾക്ക് ഹോർമുസ് കടക്കാനുള്ള അനുമതി നൽകുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള കപ്പലുകളാണ് ഇത് കടന്നുപോയിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ദ്രവീകൃത ഇന്ധനത്തിന്റെയും എണ്ണയുടെയും പ്രതിസന്ധി നേരിടുന്ന ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ പ്രധാനപ്പെട്ട കോർ വിഷയങ്ങളിൽ ഒരു ഒത്തുതീർപ്പിലേക്കോ ഒരു സമവായത്തിലേക്ക് എത്താൻ ഇരു കൂട്ടർക്കും സാധിക്കണം. അത് ഇനിയും ഉണ്ടായിട്ടില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആണവ വിഷയം തന്നെയാണ്. അതിൽ ഇറാൻ തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വേണമെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാം, അതിലപ്പുറം അത് ഉപേക്ഷിക്കുന്ന നിർദ്ദേശം ഒരു നിലക്കും അംഗീകരിക്കുകയില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹോർമുസിന് മേലുള്ള തങ്ങളുടെ പരമാധികാരം അത് അംഗീകരിച്ച് കിട്ടേണ്ടതുണ്ട്. അത് അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് ഇറാൻ മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്ക ഈ 2 വിഷയങ്ങളിലും വലിയ കടുംപിടുത്തമാണ് ഇപ്പോൾ തുടരുന്നത്. അതുമാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു എത്രയും പെട്ടെന്ന് ഇറാനുമേൽ ആക്രമണം പുനരാരംഭിക്കണമെന്ന സമ്മർദ്ദം അമേരിക്കൻ ഭരണകൂടത്തിന് മേൽ ചെലുത്തി വരികയാണ്. കാരണം ഇനിയും ഇത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും അതോടൊപ്പം തന്നെ ആണവ പദ്ധതിയുമായിട്ട് ഇറാൻ തങ്ങളുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തും. അത് ഒഴിവാക്കണമെങ്കിൽ വ്യാപകമായിട്ടുള്ള ഒരു നശീകരണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. പക്ഷേ ട്രംപ് അതിന് വഴങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിലും വലിയ തോതിലുള്ള വിയോജിപ്പുകളാണ് ഇരു നേതാക്കളും പ്രകടിപ്പിച്ചതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ വലിയ പ്രതീക്ഷകൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അതോടൊപ്പം തന്നെ ഇറാനിയൻ രാഷ്ട്രീയ സൈനിക നേതൃത്വവും ആ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ എത്ര കണ്ടത് മുന്നോട്ട് പോകും എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും മേഖലയിൽ സമാധാനം പുലരുമോ അതല്ല വിനാശകരമായിട്ടുള്ള മറ്റു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ ട്രംപ് ഭരണകൂടം എന്നത് സംബന്ധിച്ച ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭ്യമാവുക. ജൽസി.